നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. സമരത്തെ നേരിടാനൊരുങ്ങി എയർ കാനഡ ഫ്ലൈറ്റുകളുടെ പുനഃക്രമീകരണം ആരംഭിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന എയർ കാനഡ പൈലറ്റ് സമരത്തെ തുടർന്ന് നിശ്ചലമായേക്കുമെന്ന ഭീതി പടരവെ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് യാത്രകൾ പുനഃക്രമീകരിക്കണമെന്ന് യാത്രക്കാരോട് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. 670ഓളം ഫ്ലൈറ്റുകൾ ഒരേ സമയം മുടങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന യാത്രാ ദുരിതം വലുതായിരിക്കുമെന്നും സമരം ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും എന്നാൽ പൂർണ്ണമായ ഷട്ട് ഡൗൺ നിലവിൽ വന്നാൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് 7 മുതൽ 10 ദിവസം വരെ എടുക്കുമെന്ന് എയർ കാനഡയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 6 പതിറ്റാണ്ടിനിപ്പുറം ഓന്റാരിയോയിൽ മനുഷ്യനിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. ഹാമിൽട്ടണിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ബ്രാൻഡ് കൗണ്ടി ഹെൽത്ത് യൂണിറ്റിലാണ് പേവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വവ്വാലിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന അപൂർവ ഇനം വൈറസാണ് വിഷബാധയ്ക്ക് കാരണമെന്ന് ബ്രാൻഡ് കൗണ്ടിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റബേക്ക കോംലി അറിയിച്ചു. കാനഡയുടെ ചരിത്രത്തിൽ ഇന്നോളം 26 റാബിസ് കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും പേവിഷബാധയേറ്റ് സംശയിക്കുന്നവർ അടിയന്തര പരിചരണം തേടേണ്ടതാണെന്നും ഡോക്ടർ റബേക്ക കോംലി അറിയിച്ചു. കൊലപാതക കേസിൽ പ്രതിയായ യുവതിയെ തേടി കാനഡയിലെമ്പാടും വാറണ്ടുമായി പോലീസ്. ബ്രാംപ്ടണിൽ നിന്നുള്ള 37കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ 36കാരിയായ യുവതിയെ തേടിയാണ് പോലീസ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യുവതിയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ ക്രൈം സ്റ്റോപ്പേഴ്സിനെ അറിയിക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നു. എല്ലിംഗ്ടൺ അവന്യൂ വെസ്റ്റിൽ സെപ്റ്റംബർ 1 പുലർച്ചെ 6 മണിക്കായിരുന്നു കൊലപാതകം നടന്നത്. കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ തേടിയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന പാകിസ്ഥാനി യുവാവിനെ കാനഡയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 7 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിൽ ഭീകരാക്രമണം നടത്തി കഴിയുന്നത്ര ജൂതന്മാരെ കൊല്ലുകയായിരുന്നു മുഹമ്മദ് ഷാസബ് ഖാൻ എന്ന 20കാരന്റെ ലക്ഷ്യമെന്നും അതിനായി തന്ത്രപരമായി കരുക്കൾ നീക്കുന്നതിനിടെയാണ് ഓന്റാരിയോയിലെ വസതിയിൽ നിന്നും പോലീസ് പിടിയിലാകുന്നത്. ബ്രൂക്ലിനിലെ ഒരു ജൂത കേന്ദ്രം ആക്രമിക്കാൻ നടത്തിയ ഗൂഢാലോചന അബദ്ധത്തിൽ പുറത്തായതോടെയാണ് ഖാൻ അറസ്റ്റിലാക്കുന്നത്. സെപ്റ്റംബർ 13 മോൺട്രിയലിലെ സുപ്പീരിയർ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ അമേരിക്കയ്ക്ക് കൈമാറുമെന്നും RCMP അറിയിച്ചു. മദ്യനിരോധനം നിലനിൽക്കുന്ന ലക്ഷദ്വീപിലേക്ക് മദ്യം എത്തിക്കാൻ കേരള സർക്കാർ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സർക്കാർ ചുമതലപ്പെടുത്തിയ ബെവ്കോ ആണ് ലക്ഷദ്വീപിലേക്ക് മദ്യം എത്തിക്കുക. പൂർണ്ണമായും കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കാർ കമ്പനിയാണ് ബെവ്കോ. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലേക്കാണ് ബെവ്കോ മദ്യം എത്തിക്കുക. ലക്ഷദ്വീപ് പ്രൊമോഷണൽ കൗൺസിലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഓസ്ട്രേലിയയിൽ മന്ത്രിയായി മലയാളി. കോട്ടയം ജില്ലയിലെ മൂന്നിലം സ്വദേശി ജിൻസൺ ചാൾസ് ആണ് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി മന്ത്രിസഭയിൽ കായികം, കലാ സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പ് മന്ത്രിയായത്. ഓസ്ട്രേലിയയിലെ മന്ത്രിസഭയിൽ ഇത്തരത്തിൽ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന പദവിയും ഇതോടെ ജിൻസൺ സ്വന്തമാക്കി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ സഹോദരപുത്രൻ കൂടിയായ ജിൻസൺ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.